ഇതെൻ്റെ ദീപാവലി കസ്റ്റമറാണേ. ആ ഇതും അവർ ദീപാവലി ഓഫർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്. ഇങ്ങനെ പറഞ്ഞ് ദീപാവലിയും കഴിഞ്ഞു, അങ്ങ് ഒരുപാട് ദൂരെ എത്തിയില്ലേ നമ്മൾ. അപ്പം ഈ ഒരു സമയം നമുക്കിടാനുള്ളൊരു സമയം അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊന്നാമതെന്താ വെച്ചാൽ ഈ സ്റ്റോറേജിൻ്റെയും അതേപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമും എല്ലാം കൂടി ഒന്ന് ഒത്തു വരാഞ്ഞിട്ടാണ് ഇത്രയും ഒരു ലാഗായത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്ററിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മളിത് 2 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പം കുറച്ചൊക്കെ കണ്ട് പിന്നെ ഒരു കാണാനുള്ളൊരു ഇതൊക്കെ പതിയെ അങ്ങോട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പാർട്ടാക്കിയിട്ടാണ് വീഡിയോ സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ KK ബേക്സ്, പിന്നെ ലവ് ടു ബേക്ക്, അതൊക്കെ എന്താണ്? നിങ്ങളെ പേജിൻ്റെ പേര് വരുന്നത് ഫ്രോസ്റ്റഡ് ഫാൻറ്റസി എന്നാണല്ലോ. അപ്പം ഈ ഒരു നെയിമൊക്കെ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നെയിം ആദ്യം KK ബേക്സ് എന്നായിരുന്നു. പിന്നെ ഒരു യൂസർ നെയിമിന് വേണ്ടിയിട്ടാണ് ലവ് ടു ബേക്ക് എന്ന് കൂടെ ആഡ് ചെയ്തത്, ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നെയിമിൽ ഉള്ളത് കേട്ടോ. പിന്നെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു നെയിമിലൊരു ചേഞ്ച് വരുത്താമെന്ന് എനിക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്തപ്പം അങ്ങനെയാണ് നെയിം നമ്മൾ ചേഞ്ച് ആക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചേഞ്ച് ആക്കുന്നതിന് മുന്നേ ആണല്ലോ ഈ ഒരു ദീപാവലി ഓഫർ ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്ററിൽ ഇങ്ങനെയൊരു നെയിം കാണുന്നത്. അപ്പം ആ ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ദീപാവലിക്ക് 2 ഓഫേഴ്സായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഒന്ന് വരുന്നത് 4-in-1 കേക്കായിരുന്നേ. അപ്പോൾ അതിൽ വരുന്ന ഫ്ലേവേഴ്സ് വരുന്നത് റെഡ് വെൽവെറ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച്, മാംഗോ, തണ്ടർ കോക്കനട്ട്. ഈ ഒരു 4 ഫ്ലേവറിലായിരുന്നു നമ്മൾ ഒരു കേക്ക്, 500 ഗ്രാമിൻ്റെ ഒരു കേക്ക് നമ്മൾ സെറ്റാക്കിയത്. അതിൻ്റെ റേറ്റ് ഇട്ടുണ്ടായിരുന്നത് 550 ആണ് കേട്ടോ. 550 ഇട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ള നെക്സ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഡ്രീം കേക്ക് ആയിരുന്നു. നമ്മൾ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളുടെ 1, 2, 3 മൂന്നാമത്തെ എങ്ങാനും ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് 50 റുപ്പീസാണ്. ഗ്രാം വരുന്നത് 100 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിൽ വേറെ ഫ്ലേവേഴ്സൊന്നുമില്ല, സാധാ ഡ്രീം കേക്ക് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഈ 4-in-1 കേക്ക് എന്ന് പറയുന്നത് 4 ഫ്ലേവർ, ഒരു കേക്കിൽ 4 ഫ്ലേവറാണ്, അറിയാലോ. അപ്പോൾ ആ ഒരു ഓർഡർ 4 പേർക്ക് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഓക്കെ, അപ്പം നമുക്കത് 4 8 ഓർഡേഴ്സ് ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം 4 കസ്റ്റമർ ഓൾറെഡി സെറ്റായതിന് ശേഷവും പിന്നെയും 4 കസ്റ്റമർ വന്നപ്പം നമുക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെയാണ് ആ ഒരു 4+4 ഓർഡേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്രയും ഓർഡേഴ്സായിരുന്നു. അതിൻ്റെ ഡേറ്റും കാര്യം ഇനിയിപ്പം പറയുന്നതിൽ പ്രസക്തിയില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ പാർട്ട് A ആണ്, അതായത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫുൾ ഈ ഡ്രീം കേക്കിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കേക്കില്ലേ 4-in-1 കേക്ക്, അതിൻ്റെത് നമ്മൾ സെക്കൻഡ് പാർട്ടാക്കിയിട്ടാണ് ഇടുക കേട്ടോ. അപ്പം ഒരു ലെങ്ത്നെസ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ദീപാവലി കസ്റ്റമർ ഓർഡർ ചെയ്ത ഓഫറിന് പറ്റിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ ഓഫർ ഇടാൻ കാരണം ആരുമല്ല, എൻ്റെ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു ടൈമിൽ നമ്മൾ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്ലേസിലേക്കുള്ളൊരു ഇതായിരുന്നു. ഒന്ന് നമ്മളുടെ നന്മണ്ടയിലുള്ളത് തന്നെ, നന്മണ്ട സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ തന്നെയാണ് ഫോക്കസ് ചെയ്തായിട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറയാൻ നമ്മൾ നന്മണ്ട ടു കോഴിക്കോട് അങ്ങനെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്.
അപ്പം അവിടേക്കുള്ള ഡെലിവറി മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നന്മണ്ട ടു ബാലുശ്ശേരി അങ്ങോട്ടേക്കുള്ള റൂട്ടിലേക്കുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നെടുക്കാൻ വില്ലിങ് ആയവർക്ക് നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർ കുറേ പേര് ക്യാൻസലായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഒരിത് വരുന്നത്. അപ്പം നന്മണ്ട ടു കോഴിക്കോടുള്ളത് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്തവർ വന്നെടുക്കുകയും ചെയ്തവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്നിട്ട പോസ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ കൊറിയർ ചെയ്തവരുടെയും കാര്യം പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ അത് കുറേ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അതാകെ ഒരു 2-3 ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ട് 3-4 അങ്ങ് ഉണ്ടായിരുന്നു. അത് രണ്ടും കൽപ്പിച്ച് കൊറിയർ ചെയ്തതാണ്. ഫസ്റ്റ് ടൈമാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ആ ഒരു പാർട്ടിലെത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പറയുകയാണെങ്കിൽ മുന്നത്തെ ഓർഡർ നമ്മൾ ഓഫർ ഞാൻ അതിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കും. അപ്പം കഴിഞ്ഞ ഓഫറിൽ ഇട്ടപ്പോൾ നമ്മൾ മെയിനായിട്ടിടാൻ 2 ദിവസമായിട്ടാണ് ഇട്ടതെന്ന് പറഞ്ഞല്ലോ. അത് മെയിനായിട്ടിടാൻ കാരണം ഫസ്റ്റ് ഡേ ഇട്ടപ്പോൾ കുറേ ആൾക്കാർക്ക് മിസ്സായിട്ട് പിന്നെയും സെക്കൻഡ് ഡേയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പിന്നെയും സെക്കൻഡ് ഡേയിൽ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു കൗണ്ടൊക്കെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും ഒരു കൗണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഓർഡർ വരും എന്നുള്ളത്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഓരോ ഓർഡറിന് മാത്രം വേണ്ടിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. വേറെ നോർമൽ കേക്ക്സിൻ്റെ ഓർഡർ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഓർഡറിന് വേണ്ടി മാത്രം. അങ്ങനെ നമ്മൾ ഈ ഓർഡേഴ്സ് അപ്പം ഓരോരുത്തരെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പതിയെ ഓരോരോ ഇതിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കൗണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റുന്നുണ്ടാവും. അത്രയും ഒരു കൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കാര്യം, ഡ്രീം കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോട്ടം ടു ടോപ്പാണ്. ആദ്യം നമ്മൾ കേക്കിൻ്റെ ഒരു സ്പോഞ്ച് ഒരൊറ്റ ലെയർ ആക്കിയിട്ടാണ് വെക്കുക. പിന്നെ ക്രീം, നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ, അതായത് ഗനാഷില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. ദെൻ ലാസ്റ്റ്, അതായത് ടോപ്പിലുണ്ടാവുക നമ്മളുടെ കൊക്കോ പൗഡറിൻ്റെ ഒരു ഡസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ 5 in ടോർട്ടെ ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളൊരു വലിയൊരു മൂടി പോലുള്ള, നമ്മൾ പാത്രം മൂടി വെക്കുന്നൊരു മൂടി ഉണ്ടാവുമല്ലോ, ആ ഒരു മൂടിയിലാണ് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയത് കേട്ടോ. അതാകുമ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റാവും. ഒരു സെറ്റിൽ ഈ ഒരു കൗണ്ടിൽ വേഗം പണി കഴിയുമല്ലോ. അങ്ങനെ നമ്മൾ അതിലങ്ങനെ ഓരോ ബാച്ചാക്കിയിട്ട് സെറ്റാക്കിയെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയറിൻ്റെ കാര്യം. കൊറിയർ ഫസ്റ്റ് ടൈമാണ് കേക്കൊക്കെ കൊറിയർ അയക്കാമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഹാമ്പർ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടെ തന്നെ ഈ കേക്കൊക്കെ കസ്റ്റമർ റിസ്കിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ സീനില്ലല്ലോ. അങ്ങനെ 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് തൃശ്ശൂർക്കായിരുന്നു, ഒന്ന് കുന്നമംഗലം, ഇവിടെ അടുത്ത് തന്നെയാണ്, പിന്നെ ഒന്ന് കാപ്പാട്. അപ്പോൾ ഈ 3 സ്ഥലത്തേക്കായിരുന്നു നമുക്ക് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ എത്ര കെയർ ചെയ്ത് അതിൽ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്താലും തന്നെ ആ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടുന്നതിൽ മൂലം അത് ജസ്റ്റ് കൊളാപ്സ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2ഉം കൽപ്പിച്ച് അയച്ച ഒന്ന് അത് ചെറുതായിട്ട് പണി തന്നു. ബാക്കി 2ഉം സെറ്റാക്കി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത് ഒന്നാമത് ലേറ്റായിട്ടുണ്ടായിരുന്നു. അവരെ കയ്യിലെത്താൻ ലേറ്റായിട്ടുണ്ടായിരുന്നു. എന്തോ ഡെലിവറി ലാഗായിട്ട് അങ്ങനെ പണി കിട്ടിയതാണ്. പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവരെ റിസ്കിലാണ് നമ്മൾ അയച്ചത്, അതുകൊണ്ട് വലിയ സീനൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ബാക്കി രണ്ടാളും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരുപാട് ദൂരമുള്ളവരൊന്നും ഓർഡർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു കോഴിക്കോട് ഉള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കിയിട്ട് അവിടെ എത്തിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ 28-നാണ് കേട്ടോ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കൊറിയർ അന്ന് തന്നെ കുറച്ച് അല്ലാത്ത ഡെലിവറീസും ഉണ്ടായിരുന്നു. അതായത് അവർ കുറച്ച് ആൾക്കാർ ഡെലിവറി ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ വന്നെടുക്കുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 28-ാം തീയതി അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ കേക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ കേക്കിൻ്റെതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. 30-ാം തീയതി ആയിരുന്നു ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കേക്കിൻ്റെ ഒക്കെ. അത് 31 ദീപാവലിയാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ ലീവാണ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 30-ാം തീയതിയിലേക്കാണ് കേക്കിൻ്റെത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കുട്ടി ഹെൽപ്പർ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ദീപാവലിക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്തുനിന്ന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു ബേസിലാണ് നമ്മളും ഈ ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 ബോക്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ 2 ദിവസം 28-ഉം 30-ഉം നമ്മൾ ഓൾറെഡി ഡ്രീം കേക്കിൻ്റെത് ഓൾമോസ്റ്റ് ക്ലോസിങ് ആണ്. അത് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഒരു ഇതിൽ ലാസ്റ്റ് പോസ്റ്ററൊക്കെ സെറ്റാക്കിയതിൽ അതിൽ കാണുന്നുണ്ട് ഡ്രീം കേക്ക് അതിലില്ല, കേക്കിനെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ട്, നിങ്ങൾ വഴിയെ കാണും. അപ്പം ഡ്രീം കേക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ചെറുതായിട്ടൊരു ഷോട്ട് പോലെ നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ജസ്റ്റ് മേക്കിങ്ങിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ അത്രയും പേര് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഓക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇവർ ഒരു 4 ബോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞു, സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 31-നാണ് കേട്ടോ ഡെലിവറി ഉണ്ടാവുക, അതായത് 31-ന് അവർ വന്നെടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ നമ്മൾ 31-ാം തീയതി ആയി, കോൾ ചെയ്തു, ഒരു റെസ്പോണ്ടും ഇല്ല. മെസ്സേജ് അയച്ചു, അവർ പറഞ്ഞു വന്നെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 31 കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ 1 വീണ്ടും വിളിച്ചു, റെസ്പോണ്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് പൊതുവേ നമ്മൾ കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കും. പിന്നെ അറിയാൻ നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പം അവർ ഓൺലൈനിൽ കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഇല്ല, സീനാക്കുന്നുമില്ല. അപ്പോൾ എന്തുതന്നെ ആയാലും അവർക്ക് ചിലപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസായിരിക്കാം, ബിസി ആയിട്ടായിരിക്കാം. എങ്ങനെ തന്നെ ആയാലും അറ്റ്ലീസ്റ്റ് ആ കോളൊന്ന് എടുത്തിട്ട് കാര്യം ഒന്ന് പറയാം, ഇങ്ങനെയാണ് വരാൻ പറ്റില്ല എന്നോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു റെമഡി സെറ്റാക്കായിരുന്നു. ഒന്നാമത് ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് തന്നെ 2-3 പേര് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വെച്ചതാണ്, അപ്പം അതെടുത്ത് നമുക്ക് വേറൊരു കസ്റ്റമറിന് കൊടുക്കുന്നത് ശരിയില്ലല്ലോ. ഒന്നാമത് അവർ ഓർഡർ ചെയ്ത കാര്യം വേറൊരാൾക്ക് അത് എടുത്ത് കൊടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്താ മറുപടി പറയുക. അതുകൊണ്ട് നമ്മൾ ഇല്ലയെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ 4 ബോക്സ് നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നു. 2-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഒന്നാമത് ഒരാൾ തന്നെ മാനേജ് ചെയ്യുമ്പോൾ, എല്ലാം കൂടെ ഒരാൾ മാനേജ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങൾക്കും അറിയാമായിരിക്കും. അവർ കഴിഞ്ഞ ഈ ഒരു ഓഫർ അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നെടുത്തത്. ഐ തിങ്ക് പറഞ്ഞ ഡേയും കഴിഞ്ഞ് ഒരു 2
ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ പറഞ്ഞു നമുക്ക് നല്ല ടെൻഷനല്ല. ഒന്നാമത് എന്താ വെച്ചാൽ എക്സ്പയറി എന്ന് പറയുന്നൊരു കാര്യം എല്ലാത്തിനും ഉണ്ട്. അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരോട് പറയാറുണ്ട്. അപ്പം അവർ പറഞ്ഞു ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓക്കെ, നമുക്കും വേറെ സീനൊന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്ങനെ ആവുമെന്നാണ് നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലേറ്റായിട്ടാണെങ്കിലും അവർ വന്ന് വാങ്ങുമല്ലോ എന്ന് നമ്മളും ചിന്തിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മൾ കുറേ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്തിട്ടൊന്നും റെസ്പോണ്ടില്ല. ഓൺലൈനിൽ കാണുന്നുണ്ട് കേട്ടോ, ആളെ ഓൺലൈനിൽ കാണുന്നുണ്ട്, മെസ്സേജിന് റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു റെസ്പോണ്ടും ഇല്ല. ദെൻ ഫൈനലി നമുക്കത് വേസ്റ്റ് ചെയ്യാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് എടുത്ത് കളഞ്ഞു. അപ്പോൾ ആളാരാ എന്താ എന്നുള്ളതൊന്നും നമ്മൾ റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലും പെട്ടെന്നുള്ള ബിസി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എങ്കിലും തന്നെ അവർ ഓൺലൈനിൽ ഉണ്ടായിട്ടും ഒരു ജസ്റ്റ് ഒരു മെസ്സേജോ ഒരു കോളോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ ഈ പണി കിട്ടുക എന്നുള്ളത് കേൾക്കുക എന്നല്ലാതെ ഒരു വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേക്കായിരുന്നു. അതൊരു 1 kg വരുന്നൊരു കേക്കായിരുന്നു. അത് വലിയ തിരക്കേടില്ലാതെ പിന്നെ നമ്മൾ വേറൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ആവർത്തിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. ഒന്നാമത് അഡ്വാൻസും കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുക. അങ്ങനെയല്ലേ? അത് പോട്ടെ. അപ്പം എന്തായാലും ഒരു ദീപാവലി ഓഫറിനെ കൊണ്ട് നമുക്കൊരു പണിയും കിട്ടി, നമുക്ക് കുറേ കസ്റ്റമറേയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സന്തോഷം അധികം ഉണ്ടെന്ന് കൂട്ടിക്കോ. താഴെ നമുക്ക് അതിനായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാം കൂടെ ഒരു ബിരിയാണി ചെമ്പിലെടുത്തിട്ട് നമ്മൾ മുകളിൽ വന്നിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു സൈഡ് മൊത്തമായിട്ട് ഈ ഡ്രീം കേക്ക് കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അറിയാം, കേക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് കുറേ ഒരു ഓർഡേഴ്സ് നിരത്തി നിൽക്കുമ്പോൾ നല്ലൊരു ഇതായിരിക്കില്ലേ. ഏതാണ്ട് അതേ ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു ഇതിന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് നിൽക്കുകയാണ്. അതായത് ആ മുകളിലായി ഒരു ഡസ്റ്റ്, നമ്മളെ കൊക്കോ പൗഡറിൻ്റെ ഡസ്റ്റ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിനും കൂടെ. അപ്പോൾ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരത്തി അങ്ങോട്ട് ചെയ്യാം. മറ്റാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതാക്കി നിൽക്കണം. അപ്പോൾ ഇതിന് ആ ഒരു പ്രശ്നമില്ല. നമ്മൾ നിരത്തി ഒരു ഡസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പാക്ക് ചെയ്യുന്നത് നമ്മളൊരു 16 കൗണ്ട് വരുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നത് 2 കസ്റ്റമറാണ് നമുക്ക് ഈ ഒരു കൗണ്ടിൽ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അതിൻ്റെ താഴേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും പാക്ക് ചെയ്ത് സെറ്റാക്കി. കൗണ്ട് കുറേ ഉള്ളത് നമ്മളൊരു ബോക്സിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനനുസരിച്ച് ഓരോരോ കൗണ്ടിനനുസരിച്ച് നമ്മൾ ഓരോന്നാക്കിയിട്ട് സെറ്റാക്കിയെടുത്തു. കൊറിയർ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് 2 എണ്ണം 28-നായിരുന്നു. അതായത് ഒന്ന് തൃശ്ശൂർക്കും ഒന്ന് കാപ്പാട്. ഓക്കെ. അപ്പോൾ പിന്നെ ഒന്നുള്ളത് കുന്നമംഗലത്തേക്കുള്ളത് നമ്മൾ 1-ാം തീയതിയാണ് കേട്ടോ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുമ്പം ചെയ്താൽ മതിയെന്ന്. അപ്പം 31-നേക്കാണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ 1-ാം തീയതിയാണ് നമ്മൾ കൊടുത്തത്, കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ, കൊറിയറിൻ്റെത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയെങ്കിലും 2 എണ്ണം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൗണ്ടിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ബോക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് 2 എണ്ണം കൊറിയർ ആയിരുന്നു. അത് 28-നേക്ക് ഉള്ളതായിരുന്നു. അപ്പം പിന്നെ 2 എണ്ണം ഉള്ളത് നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് 1-ാം തീയതി ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത്, ഇനിയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒരു ഹായ് അയയ്ക്കുക വാട്സപ്പിൽ. ദെൻ നമ്പർ നിങ്ങളും സേവ് ആക്കണം, ഞാനും സേവ് ആക്കും. ദെൻ ബ്രോഡ്കാസ്റ്റ് ചാനൽ ആഡ് ചെയ്യാം.
അപ്പോഴാണ് ഞാൻ ഒരുവിധം എല്ലാ ഓഫേഴ്സിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രോഡ്കാസ്റ്റിലിടുകയാണ് ചെയ്യുക. അപ്പം മിസ്സാവാതിരിക്കാൻ നമ്പർ മറക്കാതെ സേവ് ചെയ്യുകയും ഹായ് അയക്കാനും മറക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഡ്രീം കേക്ക് വാങ്ങിയവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ഈ ഒരു ഓഫർ വെക്കണമെന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. വീഡിയോൻ്റെ ഒരു മിഡിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പോസ്റ്ററിന്ന് ഡ്രീം കേക്ക് ഒഴിവാക്കി എന്നുള്ളത്. ആ ഒരു പോസ്റ്ററാണ് ഇതിലുള്ളത്. അപ്പം എ പാർട്ട്, അതായത് വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള വീഡിയോ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടും. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ബി പാർട്ടിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ബി പാർട്ടിൽ കാണാം.